നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. ജോലിയിൽ നിന്നും പെൻഷനാകുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി തങ്ങളിനി എന്ത് ചെയ്യണമെന്നുള്ളതാണെന്ന് മുൻ DGP പത്മകുമാർ IPS അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോലിയിൽ നിന്നും പെൻഷനാകുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി തങ്ങളിനി എന്ത് ചെയ്യണമെന്നുള്ളതാണെന്ന് മുൻ DGP പത്മകുമാർ IPS അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പെൻഷനെ കുറിച്ച് പെൻഷൻ ആവുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു ധാരണ, എന്റെ മനസ്സിലും ആ ധാരണ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ പെൻഷനും റോഡ് അപകടങ്ങളും ഒരുപോലെയാണ്. നമ്മുടെയൊക്കെ ധാരണ ഈ റോഡ് അപകടങ്ങൾ വേറെ ആർക്കും ഉണ്ടാവുന്നതാണ്, നമുക്ക് വരില്ല ഒരിക്കലും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പെൻഷൻ ആവില്ല, മറ്റുള്ളവരെല്ലാം പെൻഷൻ ആവുന്നു. ഈ പെൻഷൻ സമ്മേളനത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ ഒരു മനോഭാവത്തോടുകൂടിയാണ് ഞാനടക്കം പലരും പങ്കെടുക്കുന്നത്. അപ്പം നമ്മളും അവിടെയെല്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഒരു ജൂനിയർ പെൻഷനർ എന്ന നിലയ്ക്ക് എനിക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള വിജ്ഞാനവും പരിചയവും ആയിട്ടില്ല. രണ്ടുമൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പെൻഷൻ നമ്മൾക്കൊരു ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ, ഏറ്റവും ആരോഗ്യമുള്ള, ഏറ്റവും മനസ്സാന്നിധ്യമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ നമ്മളൊരു പ്രത്യേക ജോലിക്ക് വേണ്ടി പോലീസിൻ്റെ കാര്യത്തിൽ ഒഴിഞ്ഞു വെച്ചു എന്ന് തന്നെ പറയാം. നമുക്ക് പ്രത്യേക സമയക്രമമൊന്നും ഇല്ലല്ലോ. നമ്മുടെ കുടുംബകാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വിട്ടുകൊണ്ട് ജോലി കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ഒരു വലിയ ഭാഗം, ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം. പെൻഷനാകുന്നവരെന്നും സമൂഹത്തിന് ഗുണകരമാകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഏറെ ഗുണകരമാണെന്നും പ്രത്യേകിച്ചും പോലീസിൽ നിന്നും വിരമിക്കുന്ന വ്യക്തികൾക്ക് നിരവധി കാര്യങ്ങൾ സമൂഹത്തിനായി ചെയ്യാൻ സാധിക്കുമെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു. ജലാശുപത്രി ജംഗ്ഷന് സമീപം ജനറൽ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച 7ാമത് ജില്ലാ സമ്മേളന യോഗത്തിൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PA സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി G രാജേന്ദ്രൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം ഉപാധ്യക്ഷ P ലത അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ജിൽസൺ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് K ബാൽ IPS മുഖ്യാതിഥിയായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി V സജികുമാർ, സ്വാഗത സംഘം ചെയർമാൻ R ഗോപിനാഥ്, മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി A ഷരീഫ ബീവി, അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PR പൊന്നൻ, ബാലകൃഷ്ണൻ കല്ലറ, THM ഹസൻ, K വേണുഗോപാൽ, P വേലായുധൻ പിള്ള എന്നിവർ സംസാരിച്ചു. വനിതാ ഫോറം ചെയർപേഴ്സൺ J ശ്രീദേവി യോഗത്തിന് നന്ദി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം, ബിസിനസ് സമ്മേളനം, ചർച്ച എന്നിവയും നടത്തി. ഹജ്ജ് കർമ്മം എന്നത് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ലോക സമ്മേളനമാണെന്ന് മക്കാം മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് ഹസൻ കുഞ്ഞി തങ്ങൾ അഭിപ്രായപ്പെട്ടു. ഹജ്ജ് പഠന ക്ലാസിന്റെയും ദുആ മജ്‌ലിസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കർമ്മം എന്നത് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ലോക സമ്മേളനമാണെന്ന് മക്കാം മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് ഹസൻ കുഞ്ഞി തങ്ങൾ അഭിപ്രായപ്പെട്ടു. ഹജ്ജ് പഠന ക്ലാസിന്റെയും ദുആ മജ്‌ലിസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ സിമ്പിളായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് ഉംറ എന്ന് പറയുന്നത്. അതിനെന്ത് വേണം? അത് നിർവഹിക്കുമ്പോൾ അതിൻ്റെതായ നിയമങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഞാൻ വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലേ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്? ആർക്കെങ്കിലും അത് എണ്ണി എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ സെക്കൻഡും പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചു പോകുന്നത്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ സമയം വരെ? ഞാൻ ആലപ്പുഴ ഹാഷിമിയയും കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഹാഷിമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ PK മുഹമ്മദ് ബാദ്ഷാ സക്കാഫി അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ദറസ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിൽ മുഹമ്മദ് നവാബ് സക്കാഫി ഹജ്ജ് പഠന ക്ലാസ് നയിച്ചു. കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഹാജി ജമാൽ പള്ളാത്തുരുത്തി യോഗത്തിന് സ്വാഗതം പറഞ്ഞു. KA ഹസൻ മുസ്ലിയാർ, CP മുഹമ്മദ് മുസ്ലിയാർ, PM ഖലീഫ സക്കാഫി, A അബ്ദുൾ റഹീം സക്കാഫി എന്നിവർ സംസാരിച്ചു.
150ഓളം ഹാജിമാർ ഹജ്ജ് പഠന ക്ലാസ്സിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി ബാലസാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ് ബാലസാഹിത്യ രംഗത്തെ കുട്ടികളുടെ തോഴൻ കൂടിയായ ചന്ദ്രൂർ താഹ. 2026-27 വർഷത്തെ CBSE 2ാം ക്ലാസ് പാഠപുസ്തകത്തിലും തന്റെ അക്ഷരച്ചെപ്പ് ഉണ്ടാകുമെന്ന സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇദ്ദേഹം ഇപ്പം ഉള്ളത്. ന്യൂസ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ ഇത് ചന്ദ്രൂർ താഹ. കുട്ടികളുടെ മനസ്സറിഞ്ഞ് കുട്ടികൾക്കായി കഥയും നോവലും അടക്കം കുറിച്ച് ബാലസാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ് ചന്ദ്രൂർ സ്വദേശി കൂടിയായ ചന്ദ്രൂർ താഹ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കുട്ടികളെ അക്ഷരത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന നിരവധി കഥകളും കവിതകളും എഴുതി അർഹതയ്ക്കുള്ള നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് താഹ. തത്തമ്മ എന്ന മാസികയിൽ കഥ എഴുതി തുടങ്ങിയ താഹ ഇന്നിപ്പോൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളടക്കം നിരവധിയായ മാഗസീനുകളിൽ അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നുണ്ട്. സുന്ദരി പൂമ്പാറ്റ, മാന്ത്രികപ്പഴം, കാക്കപ്പെണ്ണും കുട്ടികളും, കൗതുകപുരത്തെ രാജകുമാരി എന്ന പുസ്തകമടക്കം പുത്തൻ പുസ്തകങ്ങളും പുതുതായി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഏറ്റവും പുതിയതായി എഴുതിയ ഒരു കഥാസമാഹാരമാണ് സുന്ദരി പൂമ്പാറ്റ. ഇത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ മറ്റൊരു പുസ്തകമാണ് മാന്ത്രികപ്പഴം, നോവലാണ്. ഇത് ഏറ്റവും പുതിയ പുസ്തകമാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ബാലകവിതകളുടെ സമാഹാരമാണ് കാക്കപ്പെണ്ണും കുട്ടികളും. ഇത് മറ്റൊരു നോവലാണ്, ബാലനോവലാണ്. കൗതുകപുരത്തെ രാജകുമാരി എന്ന ഏറ്റവും പുതിയ നോവലാണ്. കേവലം 15 വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ് താൻ ബാലസാഹിത്യ രംഗത്തേക്ക് എത്തുന്നതെന്നും ഇപ്പോൾ 35 വർഷത്തിലേറെയായി ഈ മേഖലയിൽ തുടർന്നു വരുന്നതായും അദ്ദേഹം പറയുന്നു. എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ബാലസാഹിത്യ രംഗത്തേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ നീലംപേരൂർ മധുസൂദനൻ നായരുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച തത്തമ്മയിൽ ഒരു കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ ഈ ബാലസാഹിത്യ രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ 35 വർഷമായിട്ട് ബാലസാഹിത്യ രംഗത്ത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിലവിൽ കഥകളും കവിതകളും നോവലുകളുമായി 27ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതായും 5ഓളം പുസ്തകങ്ങൾ അണിയറയിൽ പ്രസിദ്ധീകരണത്തിനായി ഒരുങ്ങുന്നതായി താഹ പറയുന്നു. മാത്രമല്ല 2026-27 അധ്യയന വർഷത്തിൽ CBSE സിലബസിൽ 2ാം ക്ലാസ്സിലെ 10,000-കണക്കിന് കുട്ടികൾ ഇത്തവണ തന്റെ കവിതകളും പഠിക്കുമെന്നും അത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരവും അതിലുപരി അഭിമാനവുമാണെന്നും ചന്ദ്രൂർ താഹ പറയുന്നു. ഇപ്പൊ ഏതാണ്ട് 25ഓളം പുസ്തകങ്ങൾ, കഥകളും കവിതകളും നോവലും മറ്റു വൈജ്ഞാനിക പുസ്തകങ്ങളൊക്കെ ആയിട്ട് 27ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 5 പുസ്തകങ്ങൾ അണിയറയിൽ പല പ്രസാധകളിൽ നിന്നും തയ്യാറാകുകയാണ്. അതുപോലെ തന്നെ 2026-27 അധ്യയന വർഷത്തിൽ CBSE സിലബസ് അനുസരിച്ച് 2ാം ക്ലാസ്സിലെ കുട്ടികൾ എൻ്റെ കവിതകൾ പഠിക്കും. അതെനിക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയാണ്, അംഗീകാരമാണ്. പിതാവിന്റെ കഥകളും കവിതകളും വായിച്ചതിന് ശേഷം സുഹൃത്തുക്കളും സഹപാഠികളും നല്ല അഭിപ്രായം പറയുമ്പോൾ വലിയ സന്തോഷമാണ് തനിക്കുള്ളതെന്നും ഏകമകൾ ഹനാ ഫാത്തിമയും സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ സ്കൂൾ ലൈബ്രറിയിൽ എന്റെ വാപ്പയുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എന്റെ കൂട്ടുകാരിമാരെല്ലാം പുസ്തകങ്ങൾ വായിച്ചതിന്റെ നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം വരാറുണ്ട്. ചന്ദ്രൂർ താഹയുടെ കുട്ടിക്കഥകളും കവിതകളും നോവലുമടക്കം ഇതിനോടകം ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീബുദ്ധ അവാർഡ്, നാഷണൽ ഫെലോഷിപ്പ്, ബോധി പുരസ്കാരം, സാക്ഷി ബാലസാഹിത്യ പുരസ്കാരം അടക്കം ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങളും ചന്ദ്രൂർ താഹയെ തേടി ഇതിനോടകം എത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വീടുകളിൽ മാത്രം കഴിയേണ്ടി വന്ന കുട്ടികളുടെ വിരസത അകറ്റാനും അവരിൽ വിനോദവും വിജ്ഞാനവും പകരാനുമായി 101ഓളം ദിവസങ്ങളിൽ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ കവിത കുറിച്ച് നേരത്തെ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു താഹ. കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരിലേക്ക് നന്മയുടെ വിത്ത് പാകത്തക്ക വിധം ലളിതവും എന്നാൽ സത്യസന്ധമായ കുറിപ്പുകളാണ് ഇദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിഴലിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി കുറിക്കാൻ കിട്ടുന്ന ഒരവസരവും താൻ പാഴാക്കാറില്ല എന്നും ഇത്തരത്തിലുള്ള എഴുത്തുമായി ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ചന്ദ്രൂർ താഹയും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF വൻ വിജയം നേടുമെന്ന് KPCC ഉപാധ്യക്ഷന് മുൻ MLA ഷുക്കൂർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF വൻ വിജയം നേടുമെന്ന് KPCC ഉപാധ്യക്ഷനും മുൻ MLA ഷുക്കൂർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു
അദ്ദേഹം. അസംബ്ലി സീറ്റുകളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. 5 സ്ഥലത്ത് പൂർണ്ണമായ വിജയം ഉണ്ടാകും. ഒരു സ്ഥലത്തൂടെ വിജയത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ 6 സീറ്റുകളിലേക്ക്, 5 ഞങ്ങൾ കണക്കൂട്ടി വെച്ചിരുന്നത്, പക്ഷെ ഇപ്പോൾ 6 സീറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് അരൂര് ജയിക്കാം, ആലപ്പുഴ ജയിക്കാം, അമ്പലപ്പുഴ ജയിക്കാം, ഹരിപ്പാട് ജയിക്കാം, കുട്ടനാട് ജയിക്കാം, കായംകുളം ജയിക്കാം. ഈ 6 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് വിധി UDF അനുകൂലമായിരിക്കും. വലിയ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ജനമനസ്സുകളിൽ അതുണ്ട്. മാത്രമല്ല, ജനങ്ങൾ SIR അടിസ്ഥാനത്തിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടിക, അതിന്റെ മെച്ചമുണ്ട്. അതിനും അപ്പുറം ഒരു മെച്ചമുണ്ട്. അതായത് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു. വോട്ട് ചെയ്തേ മതിയാകൂ എന്ന തരത്തിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയിട്ടുണ്ട്. അത് വോട്ടായി മാറും. അത് വോട്ടായി മാറുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്, ഈ പറഞ്ഞ അരൂരിലെ UDF സ്ഥാനാർത്ഥി ജയിക്കും, ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി ജയിക്കും, അമ്പലപ്പുഴയിലെ UDF പിന്തുണയുള്ള സ്വതന്ത്രൻ G സുധാകരൻ ജയിക്കും, ശ്രീ രമേശ് ചെന്നിത്തല നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ശ്രീ റെജി ചെറിയാൻ കുട്ടനാട് ജയിക്കും, കായംകുളത്തും UDF സ്ഥാനാർത്ഥി ജയിക്കും. അരൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം അടക്കമാണ് UDF ഉറപ്പായും വൻ വിജയം നേടുന്ന മണ്ഡലങ്ങളെന്നും ഷുക്കൂർ പറഞ്ഞു. വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നത്. SIR വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് കൂടുതലുള്ളത് എന്നത് ഒരു ഘടകം മാത്രമാണെന്നും, മറിച്ച് എല്ലാവരും വോട്ട് ചെയ്തേ മതിയാകൂ എന്ന തരത്തിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയിട്ടുണ്ടെന്നും അതും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാൻ വലിയ കാരണമായതായും ഷുക്കൂർ കൂട്ടിച്ചേർത്തു. അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ പീഡനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വീഴ്ചയില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. കേസ് കായംകുളം DYSP നേരിട്ട് അന്വേഷിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. മലയാറ്റൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന മോട്ടോർ. അപ്പൊ ഈ പറയുന്നതിലുള്ള നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലൈനന്റ്, പിന്നെ കംപ്ലൈനന്റിന്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ്, 2 മക്കള് ഒന്നിച്ചാണ് ആ വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ ഒരു ബൈക്കുകാരനായിട്ടുള്ള എന്തോ ഒരു ബൈക്കുകാരനെ തട്ടിയിട്ടില്ല, അത് ആ സ്പോട്ട് വെച്ചിട്ട് ഒരു ഡിവൈഡർ തട്ടി. അങ്ങനെ അതിൽ ഒരാൾക്ക് ഡ്രൈവർ ഓടിച്ച ആൾക്കാർ തോന്നുന്നു ഒരു ഹെഡ് ഇഞ്ചുറി, ബ്ലീഡിങ് ഇഞ്ചുറി ഉണ്ട്. കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ വ്യാപാരി നേതാവ് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ പോലീസിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. കേസെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല. സംഭവം അറിഞ്ഞയുടൻ പോലീസ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും അവർ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. 7-ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകാമെന്ന ചട്ടമനുസരിച്ചാണ് ജാമ്യം നൽകിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ 4-ന് തന്നെ ആലപ്പുഴ CJM കോടതിക്ക് നൽകി. പ്രതി ഭീഷണിപ്പെടുത്തിയ വിവരം മൊഴിയെടുക്കുമ്പോൾ യുവതി അറിയിക്കാത്തതിനാലാണ് അതിനുള്ള വകുപ്പുകൾ കേസിൽ ഉൾപ്പെടുത്താത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപകടത്തെ തുടർന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്കാണ് യുവതിയെ കൊണ്ടുപോയത്. അവിടെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. യുവതിയുടെ പരാതിയിൽ പറയുന്ന ലൈംഗികാതിക്രമം തെളിയിക്കാൻ ഈ വൈദ്യപരിശോധനാ ഫലം മതിയാകുമെന്നതിനാലാണ് വീണ്ടും വൈദ്യപരിശോധന നടത്താത്തതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കായംകുളം DYSP T ബിനുകുമാറിനാണ് പുതിയ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.